നിങ്ങൾ എഴുതി വെച്ചോളൂ, ഒരു വർഷത്തിനപ്പുറം രാജ്യത്ത് BJP സർക്കാർ നിലംപതിക്കും. പറയുന്നത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ഭരണത്തിലിരിക്കുന്ന സർക്കാർ നിലംപതിക്കുമെന്ന് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇവിടെ അതിനുമപ്പുറം രാഷ്ട്രീയ മാനങ്ങൾ കൈവന്നിരിക്കുകയാണ്. BJP ക്യാമ്പുകളെ പോലും പ്രതിരോധത്തിലാക്കുന്ന ചില വെളിപ്പെടുത്തലുകൾക്കൊപ്പമാണ് മോദി സർക്കാരിന്റെ പതനം രാഹുൽ ഗാന്ധി പ്രവചിക്കുന്നത്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ജനരോഷവും സാമ്പത്തിക പ്രതിസന്ധിയും അടിച്ചമർത്താൻ ഭരണകൂടം വീണ്ടും ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ നീക്കമുണ്ടെന്നും വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി. ഡൽഹിയിലെ ഇന്ദിരാഭവനിൽ ആദിവാസി കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ ആദിവാസി പ്രൊഫഷണൽ കോൺക്ലേവ് എന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള അടച്ചിട്ട മുറിയിൽ നടന്ന സംഗമത്തിലാണ് രാഹുൽ ഈ രാഷ്ട്രീയ ബോംബ് പൊട്ടിച്ചത്. കേവലം പ്രവചനങ്ങൾക്കപ്പുറം നിലവിലെ ഭരണ സംവിധാനത്തിന്റെ ആന്തരിക ഘടന പൂർണ്ണമായും തകർച്ചയിലാണെന്നും ഉന്നത സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് തനിക്ക് രഹസ്യ വിവരങ്ങൾ നേരിട്ട് ലഭിക്കുന്നുണ്ടെന്നുമുള്ള രാഹുൽ ഗാന്ധിയുടെ അവകാശവാദമാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നത്. ഭരണകൂടത്തിന്റെ ഏറ്റവും ഉന്നത തലങ്ങളിലിരിക്കുന്ന ഇൻസൈഡർമാർ തനിക്ക് വിവരങ്ങൾ ചോർത്തി നൽകുന്നുണ്ടെന്ന വെളിപ്പെടുത്തൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നതാണ്. ആരാണ് ഈ വിവരങ്ങൾ പ്രതിപക്ഷ നേതാവിന് ചോർത്തുന്നതെന്ന ചോദ്യം ഭരണപക്ഷത്തെ അസ്വസ്ഥമാക്കുന്നുമുണ്ട്. എന്റെ കൃത്യമായ വ്യക്തിപരമായ വിലയിരുത്തലിൽ ഒരു വർഷത്തിനകം നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിൽ ഉണ്ടാകില്ല. രാഹുൽ ഗാന്ധി കോൺഗ്രസ് സംഗമത്തിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് ഇങ്ങനെയായിരുന്നു. മുൻകാലങ്ങളിൽ മോദി പൂർണ്ണമായും തന്റെ കൽപ്പനകൾക്ക് കീഴിൽ നിർത്തിയിരുന്ന ഭരണ സംവിധാനങ്ങൾ ഇപ്പോൾ ആന്തരികമായി തകരുകയും ഉലയുകയും ചെയ്തിരിക്കുകയാണെന്നാണ് ഇതിന് പ്രധാന കാരണമായി രാഹുൽ ചൂണ്ടിക്കാട്ടുന്നത്. മൂന്നാം മോദി സർക്കാർ മുൻപത്തെ പോലെ ശക്തമല്ലെന്നും അവർക്ക് പൂർണ്ണമായും ഭരണപരമായ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും രാഹുൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഏറെ കൗതുകമുണർത്തുന്ന ഒരു കാര്യം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ കുറിച്ചുള്ള രാഹുലിന്റെ വെളിപ്പെടുത്തലാണ്. നിങ്ങൾ വിചാരിക്കുന്നത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴും പൂർണ്ണമായും സർക്കാരിന്റെ നിയന്ത്രണത്തിലാണെന്നായിരിക്കും. എന്നാൽ അത് 3 വർഷം മുൻപത്തെ കഥയാണ്. ഇപ്പോൾ സ്ഥിതി മാറി. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പോലും തനിക്ക് സന്ദേശങ്ങൾ അയക്കുന്നതായി രാഹുൽ ഗാന്ധി പറഞ്ഞു. രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികളായ IB റോ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ തലവന്മാരും നീതിന്യായ വ്യവസ്ഥയിലെ ഉന്നതരായ ജഡ്ജിമാരും ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളിൽ കടുത്ത അസംതൃപ്തരാണ്. അവർ ഭരണകൂടത്തിനെതിരെ ആഭ്യന്തരമായ കലാപം കൂട്ടുകയാണ്. അതിപ്രധാനമായ വിവരങ്ങളാണ് അവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത സമ്മർദ്ദവും പ്രതിഷേധവും ഉദ്യോഗസ്ഥർ മുൻകൂട്ടി കാണുന്നുണ്ട്. ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ ഭരണകൂടത്തിന്റെ പക്ഷം ചേർന്ന് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ അത് ഭാവിയിൽ തങ്ങൾക്ക് വലിയ വിപത്തായി മാറുമെന്ന് ഈ ഉന്നത ഉദ്യോഗസ്ഥർ ഭയപ്പെടുന്നുവെന്നും ഈ ഭയമാണ് അവരെ പ്രതിപക്ഷത്തിന് വിവരങ്ങൾ നൽകാൻ പ്രേരിപ്പിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ ഏറ്റവും ശ്രദ്ധേയവും ഭരണകൂടത്തെ ആശങ്കപ്പെടുത്തുന്നതുമായ ഭാഗം ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവോൾട്ട് എന്ന അദ്ദേഹത്തിന്റെ പരാമർശമാണ്. അഥവാ ഭരണ സംവിധാനങ്ങൾക്കകത്തു നിന്നുള്ള കലാപത്തെക്കുറിച്ചുള്ള പരാമർശമായിരുന്നു അത്. ഇന്ത്യയിലെ പരമോന്നത ജനാധിപത്യ സ്ഥാപനങ്ങൾ ഭരണകൂടത്തിനെതിരെ തിരിയുകയാണെന്നും അകത്തുനിന്ന് തന്നെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുമെന്നുമാണ് രാഹുൽ പ്രവചിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ വന്നതോടെ രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളും അന്വേഷിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: ആരാണ് ഭരണകൂടത്തിന്റെ ഹൃദയഭാഗത്തിരുന്ന് വിവരങ്ങൾ ചോർത്തുന്ന ആ ഇൻസൈഡർ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകൻ ജയ്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, അദ്ദേഹത്തിന്റെ മക്കൾ എന്നിവരെക്കുറിച്ചുള്ള അതിരഹസ്യമായ നീക്കങ്ങളും വിവരങ്ങളും തനിക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടത്. ഇന്റലിജൻസ് തലവന്മാർ, പ്രമുഖ ജഡ്ജിമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ എന്നിവരിൽ ആരെല്ലാമാണ് പ്രതിപക്ഷവുമായി ബന്ധം പുലർത്തുന്നത് എന്ന ചോദ്യം കേന്ദ്ര സർക്കാരിനെ വലിയ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഇത് വെറുമൊരു രാഷ്ട്രീയ അവകാശവാദമല്ലെന്നും ഭരണകൂടത്തിന്റെ സുപ്രധാന രേഖകളും തീരുമാനങ്ങളും പ്രതിപക്ഷ നേതാവിന്റെ മേശപ്പുറത്ത് കൃത്യമായി എത്തുന്നുണ്ടെന്നുമുള്ള സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്.